ഈ സൈസ് മതി എന്നല്ലേ അയാൾ പറഞ്ഞേ? ഒരു മുട്ട പപ്സ് കൂടെ മേടിക്കാം. എടാ ഞാൻ ആ പറഞ്ഞ സാധനം വാങ്ങിച്ചായിരുന്നോടാ? അയ്യോ ചേട്ടാ, ഞാനതങ്ങ് മറന്നേ പോയി. ഇപ്പൊ കൊണ്ടുവരാം. ചേട്ടാ ഈ സൈസ് അല്ലായിരുന്നോ? ഇതെന്തോടാ അവര് പഴയ ഉള്ളിയാണ് എടുത്ത് തന്നേക്കുന്നത്. ഇതെന്തോ പറ്റിയിരിക്കുന്നേ? അതാണെങ്കിലേ നല്ല സങ്കരേന മണമാണല്ലോ. അത് ഉളി മേടിച്ചോണ്ട് വരുന്ന വഴിക്ക് ഉളി കൊണ്ട് കുറച്ച് പ്രയോജനം ഉണ്ടായിരുന്നു. അതെന്ത്? അത് എന്താ ചേട്ടാ, ഇന്ന് വെട്ടില്ലയോ? ഓ, കത്തി എടുക്കാൻ മറന്നു വേടാ. അയ്യോ ആണോ? എന്നാ ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ചിലപ്പോ വർക്കൗട്ട് ആവുമായിരിക്കും. കുഴപ്പമില്ല, കൊള്ളാം. അങ്ങനെ പ്രയോജനം ഉണ്ടായി. പിന്നെ വരുന്ന വഴിക്ക് എന്റെ നൻപനെ കണ്ട്. എടാ കൂട്ടുകാരാ, നിനക്ക് ഞാനൊരു സാധനം തരാം. പക്ഷെ ഒന്നുള്ളൂടാ. കുഴപ്പമില്ല. എന്തോ സാധനം? എന്തോ? ഓ മൈ ഫേവറേറ്റ് മുട്ട പപ്സ്. നീ എന്തോ എടുക്കുന്നേ? അത് മുറിക്കണ്ടേടാ. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്, വാ. എന്തുവാടാ നീ ഉളി വെച്ചാന്ന് മുറിക്കുന്നത്? അതിനിപ്പോ എന്താടാ, മുട്ട നിന്റെ പങ്കിലായിപ്പോയി. അത് നീ അല്ലേ മുറിച്ച? എന്നെ കുറ്റം പറയുന്നത് എന്തിനാ? പോട്ടെ. എടാ ഈ പപ്സിന് എന്തോ ഒരു കറച്ചവർപ്പ്. അതെന്തായിരിക്കും? അത് പഴയതായിരിക്കും പപ്സ് ചിലപ്പം. കുഴപ്പമില്ല, പോട്ടെ. പിന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് സാധനം എന്തായിരിക്കുന്നേ? കടയിൽ പോയി തുണി കഴുകുന്ന ഒരു സോപ്പിഞ്ച് വാങ്ങിച്ചോണ്ട് വരുവോ? അയ്യോ, ഇപ്പൊ കടയിൽ നിന്ന് വന്നേ ഉള്ളല്ലോ. അയ്യോ ആണോ? എല്ലാരും വഴിയുണ്ട്. ഇതേ ഞാൻ വീട്ടിലേക്ക് മേടിച്ചേ, കുഴപ്പമില്ല, പകുതി മുറിച്ചു തരാം. താങ്ക് യു മോനെ. ഇതെന്തോ മോനെ ചുമന്നിരിക്കുന്നേ? അത് ഉള്ളിയിലും കണ്ടിച്ച് കറ പറ്റിയിരുന്നതാ. അപ്പൊ ഇതിന്റെ വാർത്തലെല്ലാം പോയി കാണുമല്ലോ. പോട്ടെ ചേട്ടാ, അത്രയും പേർക്ക് പ്രയോജനം ഉണ്ടായില്ലേ? ശരി. പിന്നെ ചേട്ടാ ചിലപ്പോ പോലീസ് വരുമായിരിക്കും, ഒന്ന് ശ്രദ്ധിച്ചോണേ. അതെന്തിനാ? അത് ഞാനിങ്ങനെ വരുന്ന വഴിക്കേ എവിടെ നോക്കിയോ. സോറി ചേട്ടാ, കണ്ടില്ല. മനഃപൂർവ്വം നിനക്കെന്നെ അറിയത്തില്ല. അറിയാതില്ല ചേട്ടാ, കാണിച്ചു വരുന്നുണ്ടോ നിന്നെ? ഗുണ്ട പിന്നെ ആരാന്ന് നീയൊക്കെ പറ്റിപ്പോയതാന്ന് പറഞ്ഞില്ല. അല്ല പിന്നെ അവൻ ചെറഞ്ഞോണ്ടല്ലയോ? ശ്രദ്ധിച്ചാ മതി, പോലീസ് നായ എങ്ങനെ മണം പിടിച്ച് വരുവാണെങ്കിലേ ഉള്ളൂ. ചേട്ടാ ഓടിയിട്ട് കാര്യമില്ല, തൂങ്ങും ഉറപ്പാ.